ഹായ് ഗൈസ്, പവിത്രം പ്രമോ വീണ്ടും. അങ്ങനെ അച്ഛനും ആയി വിക്രമും വീട്ടുകാരും യാത്ര തുടർന്ന അവർ അച്ഛനില്ലാതെ തിരിച്ചു വരുന്നു. അന്നേരം കമല മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകുമായിരുന്ന ഒരു കുഞ്ഞിനെ ദിവസങ്ങളോളം നടന്ന് മല കയറി വീണ്ടെടുത്ത ഒരു അച്ഛനു വേണ്ടി കൂടിയാണ് അവൻ ഇത്തവണ മല കയറാൻ പോകുന്നതെങ്കിൽ എൻ്റെ മാഷ് തീർച്ചയായും അവൻ മലയ്ക്ക് പോകും മുമ്പ് തിരിച്ചെത്തിയിരിക്കുമെന്ന് എല്ലാവരുടെയും മനസ്സ് പിടയുന്നുണ്ട്. ഒന്നിനും ഒരു ഉഷാറില്ലാതെ എല്ലാവരും കരഞ്ഞു തൂങ്ങിയിരിക്കുന്ന ഒരു അന്തരീക്ഷം. അന്നേരം പോലീസുകാർ വന്ന് നീ കുറച്ച് നീറേണ്ടി വരുമെന്ന് പറഞ്ഞ് വിക്രത്തിൻ്റെ കോളറിന് പിടിക്കുന്നുണ്ട്. അയാൾക്ക് അല്ലെങ്കിലും വിക്രമിനെ കണ്ടാൽ ഇത്തിരി ചൊറിച്ചിൽ കൂടുതലാണ്. വിക്രം തടഞ്ഞുകൊണ്ട് മാലയിട്ടെന്ന് കരുതി ഞാൻ എന്ത് തോന്നിയാസവും ക്ഷമിക്കുമെന്ന് നീ വിചാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമും പോലീസുകാരൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുന്നുണ്ട്. കമലയും മറ്റുള്ളവരും ചേർന്ന് അത് തടയുന്നുമുണ്ട്. പിന്നീട് വേദ ഓഫീസിൽ നിന്നും ഫോൺ ചെയ്തുകൊണ്ട് റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വാൻ വന്ന് വേദയുടെ തൊട്ടടുത്ത് നിർത്തി തല മുഴുവൻ കറുത്ത തുണിയിട്ട 2-3 പേർ വേദയെ ബലമായി പിടിച്ചു വണ്ടിയിൽ കയറ്റുന്നു. വണ്ടിയിൽ കയറ്റിയ വേദയുടെ തലയും കറുത്ത തുണി കൊണ്ട് മൂടി ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തി കൈകൾ പുറകിൽ കെട്ടിയിരുത്തി. പിന്നീട് ശ്രീകാന്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ തുണി ഒരാൾ വന്ന് വലിച്ചൂരി. വേദ പേടിച്ച് അവരെ നോക്കി ഇരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. വിക്രമിനെ നേരിട്ട് എതിർക്കാൻ കഴിയാത്ത ആളുകൾ വിക്രമിനു വേണ്ടി വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ച് പ്രതികാരം തീർക്കുന്നതായാണ് നമുക്ക് ഈ സീരിയലിലൂടെ തോന്നുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സംഭവബഹുലമായ എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.